ഉപ്പുമുളകും ഓണം സെലിബ്രേഷൻ എപ്പിസോഡ്. അതായത് ഓണം എപ്പിസോഡിന് ഉപ്പുമുളകിൽ വരാൻ പോകുന്ന സർപ്രൈസസും സ്പെഷ്യാലിറ്റീസും കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഉപ്പുമുളകിൽ സ്പെഷ്യൽ എപ്പിസോഡ്സിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെയുണ്ട്. കാരണം ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡുകളൊക്കെ ഫുൾ ഫാമിലി വരും, ഭയങ്കര ഫണ്ണി ആയിട്ട് കൊണ്ടുപോകുന്ന എപ്പിസോഡുകളായിരിക്കും. അത് ഇതുവരെയും അങ്ങനെ തന്നെയാണ്. സീസൺ 1 ഒരുപാട് സ്പെഷ്യൽ എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. അതേപോലെ സീസൺ 2 കുറച്ച് സ്പെഷ്യൽ എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാ ഫാമിലിയൊക്കെ വന്നിട്ട് അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരുന്നു എല്ലാം. പിന്നെ സീസൺ 3 കുഴപ്പമാണ്. സീസൺ 3 ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞു. ഇനി സീസൺ 3 ആരംഭിച്ചിട്ട് വരാൻ പോകുന്ന ആദ്യത്തെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് പറയുന്നത് ഓണമാണ്. അപ്പോൾ ഓണത്തിന് എന്തായാലും സ്പെഷ്യൽ എപ്പിസോഡ്സ് ഉണ്ടാവും. ആദ്യം തന്നെ സ്പെഷ്യൽ എപ്പിസോഡ്സിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് പറയാം. ഇത് നോർമൽ എപ്പിസോഡായിട്ട് വരത്തില്ല. അതായത് നമ്മുടെ എപ്പിസോഡ് നമ്പറിൻ്റെ കണക്കിലൊന്നും വരത്തില്ല. സ്പെഷ്യൽ എപ്പിസോഡ് പാർട്ടി എ പാർട്ടി ബി എന്ന് പറഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ് ദൈർഘ്യമുള്ള എപ്പിസോഡ്സ് ആയിരിക്കും. അത് 2 പാർട്ടായിട്ടായിരിക്കും അവർ റിലീസാകാൻ പോകുന്നത്. പിന്നെയുള്ള വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ ഫാമിലി എപ്പിസോഡായിരിക്കും. അതായത് നെയ്യാറ്റിൻകരത്തെ ഫാമിലിയും പടവലത്തെ ഫാമിലിയും എല്ലാവരും ചേർന്നിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വേറെ ലെവലായിരിക്കും എന്നുള്ള കാര്യം കൺഫേമാണ്. പിന്നുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് പാറമട വീട്ടിൽ വെച്ച് നടക്കുന്ന എപ്പിസോഡായിരിക്കില്ല. ഒന്നല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിൽ ആദ്യൊരു തറവാട്ടിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ പടവലത്തെ തറവാട്ടിൽ വെച്ചിട്ട്. മാക്സിമം ആ ഒരു പടവലത്തെ തറവാട്ടിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ സാധ്യത. പിന്നെ സീസൺ 3 ആയതുകൊണ്ട് സീസൺ 3 ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ഒരുപാട് ഗസ്റ്റ് റോൾസ് ഇപ്പോൾ തന്നെ നിരവധി അനേകം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സീസൺ 3 സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സർപ്രൈസ് ക്യാമിയോസ്, സർപ്രൈസ് എൻട്രീസ് ഒക്കെ കാണാൻ സാധിക്കും. വലിയ സെലിബ്രിറ്റീസിനെയോ അല്ലെങ്കിൽ ഉപ്പുമുളകിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാനും ചാൻസസ് ഉണ്ട്. അതായത് സിദ്ധു എന്നൊരു കഥാപാത്രമാണ് ഇപ്പോൾ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു റീ എൻട്രി നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്യാരക്ടറെയൊക്കെ അവർ തിരിച്ചു കൊണ്ടുവരാൻ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്ന ഡൗട്ടാണ്, ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ മുടിയൻ എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവരും. അതിലേക്ക് മുടിയൻ വരത്തില്ല. അത് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ഈ ഒരു കൊല്ലത്തിന് മുടിയൻ എന്തായാലും കൺഫേം ആയിട്ടും അഗ്രിമെൻറ്റ് പ്രകാരം വരാൻ പറ്റത്തില്ല. ഇനി ഒരു കൊല്ലം കഴിഞ്ഞാലും അത് ചാനലിൻ്റെ ഭാഗത്ത് നമുക്ക് അറിയിപ്പുണ്ടാകും. അപ്പോൾ ഈ ഒരു കൊല്ലം നമുക്ക് മുടിയനൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന വേറെ പല ക്യാമിയോസും ഇപ്പോൾ മുളകിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.